ആലപ്പുഴ ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.5 കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിലെ ആ ചൈനീസ് പൗരന്മാർ അവരെ ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആലപ്പുഴയിൽ അവരെ എത്തിച്ചിട്ടുണ്ട് എന്ന് കൂടി അറിയുന്നു. നമുക്ക് ആ വിവരത്തിലേക്കും ആ ദൃശ്യത്തിലേക്കും ഒന്ന് പോകാം. 2 പ്രതികളാണ് ഈ കാണുന്നത്. ഈ 2 ചൈനീസ് പൗരന്മാരാണ് ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.5 കോടി ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് വമ്പൻ ലാഭമുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് തട്ടിച്ചത്. അതിൽ ഒരാൾ വളരെ കൂളായിട്ട് നടക്കുന്നു. വിവരങ്ങൾ രഘുനാഥ് നാരായണൻ നൽകും. രഘു, അവരെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പറയൂ, എങ്ങനെയായിരിക്കും ഇനി നടപടികളൊക്കെ? കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ നിർണായകമായൊരു അറസ്റ്റാണിത്. കാരണം 7.5 കോടിയിലധികം രൂപ കേരളത്തിൽ ഒരു കേസിൽ നഷ്ടപ്പെടുന്നത് ചേർത്തലയിലാണ്. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളുടെ പക്കൽ നിന്നാണ് ഈ 7.5 കോടി രൂപ 7,65,00,000 രൂപ തട്ടിയെടുത്തത്. ഈ പ്രതികൾ വാഗ്ദാനം ചെയ്തിരുന്നത് മലയാളികളും ഒപ്പം തന്നെ അയൽ സംസ്ഥാനക്കാരായ കാരും ഉൾപ്പെടുന്നുള്ള ഒരു തട്ടിപ്പ് സംഘം വാഗ്ദാനം ചെയ്തത് ഉയർന്ന ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ ഉയർന്ന ലാഭം ലഭിക്കും എന്ന് വിശ്വസിപ്പിച്ചാണ് ഇവരെ പല 20 തവണയായി 7.5 കോടിയിലധികം രൂപ തട്ടിയെടുത്തത്. തട്ടിപ്പ് മനസ്സിലാക്കിയതിന് പിന്നാലെ ഡോക്ടർ ദമ്പതികൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതുപോലെ മൊത്തം 3 മലയാളികളെയും 2 ഇതര സംസ്ഥാനക്കാരായ ആളുകളെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായിരുന്നു ചൈന കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ കേരളം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ ചില നയതന്ത്രപരമായ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കേരള പോലീസിന് ഈ പ്രതികളിലേക്ക് നേരിട്ടെത്താനും ഇവരെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഗുജറാത്ത് അഹമ്മദാബാദ് പോലീസ് 2 പ്രതികളെ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന തായ്വാനിൽ താമസിക്കുന്ന ചൈനീസ് പൗരന്മാരായ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഇത് കേരള പോലീസ്, ആലപ്പുഴ പോലീസ് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് പ്രത്യേക സംഘത്തെ അഹമ്മദാബാദിലേക്ക് അയച്ച് കോടതി വഴി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇവരെ ഇവിടെ നിന്ന് ചേർത്തല കേസ് രജിസ്റ്റർ ചെയ്ത് തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചേർത്തല സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോകുക. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. എന്തായാലും കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതികൾ, വിദേശികളായ പ്രതികളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കേരള പോലീസിന്, ഈ ഗുജറാത്ത് പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇവരെ മാത്രമാണോ? കേരളത്തിൽ വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എത്രയധികം പേരെ തട്ടിച്ചിട്ടുണ്ട്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഗുജറാത്തിലെ അഹമ്മദാബാദ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് സമാനമായ രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർ സ്ഥിരം കുറ്റവാളികളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ പങ്ക് നേരത്തെ തന്നെ കേരള പോലീസ് കണ്ടെത്തിയിരുന്നു. കാരണം കേസിൽ നിർണായകമായ 5 അറസ്റ്റ്, 3 മലയാളികളെയും 2 ഇതര സംസ്ഥാനക്കാരായ ആളുകളെയും നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനം നടത്തി പറയുകയും ചെയ്തിരുന്നു, ചൈന കേന്ദ്രീകരിച്ച്, തായ്വാൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇന്ത്യയെ താവളമാക്കിക്കൊണ്ട് ഇന്ത്യയെ ഒരു വലിയ മാർക്കറ്റ് ആക്കിക്കൊണ്ട് ഓൺലൈൻ തട്ടിപ്പും മറ്റ് സൈബർ കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന വലിയ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആലപ്പുഴ പോലീസ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അവരിലേക്ക് കൂടുതൽ അന്വേഷണം എത്താനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. നയതന്ത്രപരമായ പല കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അങ്ങനെയാണ് ഇവരെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അഹമ്മദാബാദ് പോലീസ്, ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അത് ഇവർ തന്നെയാണ്. അതായത് കേരളത്തിൽ ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളുടെ പക്കൽ നിന്ന് 7.5 കോടിയിലധികം രൂപ തട്ടിയെടുത്തത് ഇവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ അഹമ്മദാബാദിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇവരുമായിട്ടുള്ള വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ DSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആ വാഹനത്തിനകത്തുണ്ട്. ശരി രഘു, എന്തായാലും ഇത്രയും വലിയൊരു തട്ടിപ്പിൽ പ്രധാനപ്പെട്ട ആളുകളെ പിടികൂടുന്നു, അത് ചൈനീസ് പൗരന്മാരെ കേരളത്തിലേക്ക് എത്തിക്കുന്നതൊക്കെ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കും.